ഇന്നലെ രാത്രി 2:10 സമയം 2 മണിയായി കാണും. ഞാൻ സമയം നോക്കുമ്പോൾ 2:10. സമയം എത്രയായെന്ന് അറിയാമെന്നോർത്ത് നോക്കിയപ്പോഴാണ് ഈ ജനലിൽ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഒച്ച കേട്ടോണ്ട് ഇതുങ്ങളുടെ പല്ലിപ്പടയ്ക്കുന്ന ഒച്ച കേട്ടോണ്ട് കുഞ്ഞുങ്ങൾ കിടന്ന് ഭയങ്കര കരച്ചിൽ കേട്ടോണ്ട് ഇങ്ങനെ ഇവിടെ നോക്കി. ഇതാ ജനലിൽ ഞാനിവിടെ ഈ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കൊണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് തലയെടുത്ത് ഇങ്ങോട്ട് ഞാൻ ലൈറ്റ് ഇട്ട് ഇങ്ങനെ ഒച്ചപ്പാട് നോക്കിയപ്പോഴത്തേക്കും അയ്യോ മോനെ കടുവ ആടിനെ കൊന്നു എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ കടുവ ഇങ്ങോട്ട് പോവുക. അപ്പോൾ ഞാൻ ജനലിട്ട് കൊട്ടി, ഗ്ലാസ്സിനിട്ട് കൈ കൊണ്ട് കൊട്ടി. അപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് തന്നെ പോയി. ഇങ്ങോട്ട് ഈ കടുവ തള്ളേനെ കൊന്നിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ കുഞ്ഞുങ്ങൾ കിടന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും മോനെ എഴുന്നേറ്റ് വന്നു, മൂത്ത മോനെ വിളിച്ചു. അപ്പോഴത്തേക്കും എല്ലാവരെയും അറിയിച്ചു. അപ്പോഴത്തേക്കും തന്നെ 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഫോറസ്റ്റുകാർ വന്നു. അപ്പോൾ കൂട് സ്ഥാപിച്ചു. അങ്ങനെയൊക്കെ ഇത് 2-3 ലിറ്റർ പാല് കറക്കുന്ന ആടാണ്, മലബാറി ആടാണേ. ഇതുകൊണ്ടൊക്കെ ഞങ്ങളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുങ്ങളൊക്കെ വളർത്തും കഷ്ടപ്പെട്ടും ഒക്കെ ആയിട്ട് ഇതുങ്ങളെങ്ങനെ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇനി ഞങ്ങൾക്ക് വന്ന പോലെ ഒരവസ്ഥ ഇനി വേറെ ആർക്കും വരാതിരിക്കാൻ വേണ്ടി എല്ലാവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആടിനെ കൊണ്ടുപോയിട്ടില്ല, ആടിനെ ഇവിടെ ചത്ത് കിടന്നുള്ളൂ. എന്നിട്ട് അതിനിവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്, കൂടിലിട്ടേക്കും ഇത്. ബഹളം വെച്ചെന്ന് പറഞ്ഞാൽ ഇത് ഈ ഗ്ലാസ്സിനിട്ട് തട്ടി. അപ്പോൾ കടുവ ഇങ്ങനെ അതിനൊക്കെ ഇട്ടിട്ട് ഇതിലെ കയറിപ്പോയി. അപ്പോൾ അവർ വരുമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ കൂട് സ്ഥാപിച്ചു. അപ്പം തന്നെ കൂട് സ്ഥാപിച്ച് ആടിനെ അവിടെ കൊണ്ടു കെട്ടി. ഞാൻ ശരിക്കും കണ്ടെന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ ഈ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് നോക്കിയാൽ കാണാം. പിന്നെ ഈ ലൈറ്റ് ഉണ്ട്, ഈ ലൈറ്റ് ഉള്ള കാരണം എപ്പോഴും ഒരു പ്രാണി പോയാൽ പോലും ആ ലൈറ്റ് തെളിയും. ആ പ്രാണി പോയി കഴിയുമ്പോൾ ആ ലൈറ്റ് ഓഫാകും. അങ്ങനെ മോനെ അവിടെ സ്ഥാപിച്ചേക്കുന്നതാണ്. അപ്പോൾ കാരണം ആട്ടുംകൂട്ടിൽ എന്തെങ്കിലും ഒരു അനക്കോ എന്തെങ്കിലും കേട്ടാൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ കടുവേനെ കാണാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾ കരയുമ്പോൾ ഇറങ്ങി ഓടി വരുവുള്ളൂ, കടുവേനെ കാണൂലേ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ. അങ്ങനെ കാണാൻ പറ്റിയ കാരണം കടുവേനെ ശരിക്കും കണ്ടു. ഇവിടുന്ന് കണ്ടിട്ട് ദേ തെങ്ങിൻ്റെ ഇവിടെ കയറുന്നിടം വരെ ഞാൻ കണ്ടു, അവിടെ നിന്ന് നോട്ടി എത്തുന്നിടം വരെ.